അതുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയത്തിന്റെ വില വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു നഗരത്തിലാണുള്ളത്. 60 വർഷം ജീവിക്കുന്ന ഒരാൾ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒരു ചെറിയ കണക്കാണ്. 60 വർഷം ജീവിക്കുന്ന ഒരാൾ, ജോലിക്ക് പോകുന്ന ഒരു പ്രൊഫഷണൽ വൈറ്റ് കോളർ ജോലിയൊക്കെ ചെയ്യുന്ന ആളെന്ന് വിചാരിക്കാം. ചെരുപ്പിന്റെ ഷൂവിന്റെ ലൈസ് കെട്ടാൻ മാത്രം, ഷൂവിന്റെ കയറ് കെട്ടാൻ മാത്രം ഒരു വർഷം എടുക്കുന്ന സമയം 60 വയസ്സിൽ 8 ദിവസം ഷൂ കെട്ടാൻ മാത്രം എടുക്കുന്ന. കെട്ടാനില്ലാത്ത ഷൂ എടുത്ത് പോകാൻ നല്ലത്, അത്രയും സമയം ലാഭിക്കാറ്. ഞാൻ അങ്ങനെ ചെയ്യല്. എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഷൂവും ഷർട്ടും പാന്റും ടൈയൊക്കെ കെട്ടണ്ട, വേഗം ഇട്ട് ഓടാൻ പറ്റിയത് അതാണ്. കെട്ടാൻ നിന്നാലേ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. 8 ദിവസം എടുക്കുന്ന, 8 ദിവസം എടുക്കും. ട്രാഫിക് സിഗ്നലുകളിൽ, ഇത് കേരളത്തിലല്ല കേട്ടോ, ലോകത്തൊരു സ്റ്റാൻഡേർഡ് സിറ്റിയിലെ ട്രാഫിക് സിഗ്നലുകളിൽ നമ്മൾ സിഗ്നലും കാത്തു കിടക്കുന്ന സമയം 1 മാസമാണെന്നാണ്. 60 വർഷത്തിൽ. കേരളത്തിൽ ഇതിഞ്ഞു കൂടും. ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ എന്താ സിഗ്നലൊക്കെ ഉണ്ട്, അങ്ങനെ ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാരും അടിച്ച് കയറാൻ അതൊന്നല്ല. ഡിസിപ്ലിനായിട്ട് പോകുന്ന ഒരു നഗരത്തിൽ 1 മാസം ട്രാഫിക് സിഗ്നലിൽ പോകുന്ന 60 കൊല്ലത്തിലാട്ടോ പറയുന്നത്. ഒരു മനുഷ്യൻ ബാർബർ ഷോപ്പിൽ, സലൂണിൽ പോയിട്ട് ചെലവഴിക്കുന്ന സമയം 1 മാസമാണെന്നാണ്. അത് മസാജും കൂടെ ഉണ്ടെങ്കിൽ 2 മാസമാവും. സാധാരണ മുടിവെട്ടി വരികയാണ്. ലിഫ്റ്റുകൾ കയറും നഗരങ്ങളിൽ. നമ്മുടെ ബൈപ്പാസിലൊക്കെ വലിയ വലിയ സ്കൈ സ്ക്രാപ്പറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. വലിയ വലിയ മാളുകളും ബിൽഡിങ്ങുകളൊക്കെ വരികയാണ്. ബിൽഡിങ്ങുകളിൽ ലിഫ്റ്റ് ഉപയോഗിക്കും, അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ലിഫ്റ്റൊക്കെ ഇടക്ക് കട്ടായി പോയാൽ, കറണ്ട് നടുവിൽ പോയാൽ ഈ പറഞ്ഞതൊന്നും ബാധകല്ലേ, സമയം പിന്നെയും കൂടും, 3 മാസം എടുക്കുമെന്നാണ്. മര്യാദക്ക് വർക്ക് ചെയ്യുന്നൊരു ലിഫ്റ്റ് 60 വർഷത്തിനിടക്ക് നമുക്ക് 3 മാസം ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാനും അതിൽ കയറാനും ഇറങ്ങാനുമായി വേണ്ടി വരും. നമ്മൾ ബ്രഷ് ചെയ്യുന്നത്, ബ്രഷ് ചെയ്യൂലേ, ആ സമയം 60 കൊല്ലം നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എടുത്താൽ 3 മാസം കണ്ടിന്യൂസ് ബ്രഷ് ചെയ്ത പോലെയാണ്. നോൺ സ്റ്റോപ്പ് 3 മാസം. സുബ്ഹാനല്ലാഹ്. നഗരങ്ങളിൽ സിറ്റി ബസ്സുകൾ കാത്തിരിക്കുന്നത്, നടക്കാൻ, നമ്മുടെ ടൗണിൽ സഞ്ചരിക്കാനുള്ള നഗരങ്ങളിലെ ബസ്സുകൾ, നമ്മുടെ കോഴിക്കോട്ടെ പച്ച ബസ്സില്ലേ, എറണാകുളത്ത് ചുവന്ന ബസ്സാണല്ലേ. പല നഗരങ്ങളിലും പല കോലാണ്. 5 മാസം നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. 5 മാസം നമ്മൾ വെയിറ്റ് ചെയ്ത്, സ്കൂൾ കുട്ടികളൊക്കെ ബസ് വരുമെന്ന് വിചാരിച്ചിട്ട് 5 മാസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. 60 വയസ്സിനിടയിൽ. നമ്മുടെ ബ്ലോക്കുകളൊക്കെ ഉള്ള റോഡാണെങ്കിൽ പറയും വേണ്ട. ഒരു മനുഷ്യൻ കുളിക്കാനെടുക്കുന്ന സമയം 60 വർഷത്തിനിടക്ക് കുളിപ്പുരയിൽ, ബാത്റൂമിൽ മാത്രം ചെലവഴിക്കുന്നത് 6 മാസമാണത്രേ. 6 മാസം കുളിക്കാൻ, വസ്വാസം കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട. 6 മാസം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പത്രം വായിക്കുന്നത്, പുസ്തകം വായിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വായിക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആളുകളെ കുറിച്ചല്ല, മായ വായന, പത്രം, മാഗസിൻസ്, പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് 2 വർഷമാണെന്നാണ്. കാരണം പെണ്ണുങ്ങളൊക്കെ പുസ്തകമായി ഖുർആൻ ഓതാൻ ഇരുന്നാൽ തന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങുന്നതാണ്. സീരിയൽ കാണുമ്പോൾ ഉറക്കം വരാതിരുന്നാലും ഒരു അര പാരഗ്രാഫ് വായിച്ചാൽ ഉറക്കം വരുന്നതാണ്. ഉറക്കഗുളിയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല എന്ന ഇപ്പോഴത്തെ കാലത്ത്. വായിച്ചാൽ മതി. പുസ്തകം വായിച്ചാൽ ഉറക്കം വരുന്നു. എന്താ അർത്ഥം എന്നറിയോ? നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാതായിട്ടേ ഇവർക്ക് ഭയങ്കര പ്രയാസം, സ്റ്റാർട്ടാവണില്ല, അപ്പോഴേക്കും ഉറക്കം വരികയാണ്. സുബ്ഹാനല്ലാഹ്. 2 വർഷമാണ് സാധാരണ വായനക്കെടുക്കുന്ന സമയം. മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയം 4 വർഷമാണ്. സാധാരണ ഭക്ഷണം കഴിക്കലാണ്. റെസ്റ്റോറന്റുകളിൽ ഒരു ഡിന്നർ, രാത്രി സമയത്ത് ഒരു ഡിന്നർ കഴിക്കാൻ 1.5 മണിക്കൂർ, അരമണിക്കൂർ വെയിറ്റിംഗ്, പിന്നെ ഒരു അരമണിക്കൂർ ചാറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് വെറുതെ സ്വറ പറഞ്ഞിരുന്ന ഒരു അരമണിക്കൂറും. ഭക്ഷണം കഴിക്കൽ ഒരു ജോലിയാണല്ലോ ഇപ്പോ. അങ്ങനെയാണ്. 1 മണിക്കൂറൊക്കെ ഭക്ഷണം, 2 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. അവരെ പറ്റിയല്ല, സ്വാഭാവികമായ ഭക്ഷണം കഴിക്കുന്ന സമയം
4 വർഷമാണ്. സുബ്ഹാനല്ലാഹ്. സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ അങ്ങാടിയിലേക്ക് പോകുന്നത്, വരുന്നത്, ഷോപ്പിംഗ് മാളിലൂടെ നടക്കുന്നത്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, മനുഷ്യൻ ജോലി ചെയ്യുന്ന സമയം നോക്കിയാൽ 9 വർഷം നമ്മൾ ഭക്ഷണം തേടിയുള്ള ജോലിയിലാണ്. 60 വർഷത്തിൽ ഉറങ്ങുന്നത് കൂടെ അവസാനമായി കണക്കാക്കുകയാണ്. എത്ര ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത്? 60 കൊല്ലത്തിൽ ഉറങ്ങുന്ന സമയം 20 കൊല്ലം ഉറങ്ങുകയാണെന്നാ. 20 വർഷം 20 വർഷം ഉറങ്ങിപ്പോയി. അന്നം തേടി 9 വർഷം, 29. തിന്നാൻ വേണ്ടി ഒരു 4 കൊല്ലം, 33. ഒരു 6 മാസം കുളിപ്പുരയില്, 33.5. ഒരു 5 മാസം ബസ് ഷെഡിൽ വെയിറ്റ് ചെയ്തിട്ടും, ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ടും. അങ്ങനെ നോക്കിയാൽ മനുഷ്യന്റെ ആയുസ്സിൽ ചെറിയൊരു ഭാഗമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് അതിനർത്ഥം. 60 വയസ്സാണ് ഈ പറഞ്ഞത്. അത് സ്വാഭാവികമായ 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമah. അന്ത്യനാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കാലൊരു മനുഷ്യൻ എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. ആയുസ് എവിടെയാണ് നശിപ്പിച്ചത് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയാതെ അള്ളാഹു ചാല വിടില്ലത്രേ. എവിടെ നശിപ്പിച്ചത്? അടിച്ചു പൊളിക്കുക എന്ന് പറയില്ലേ? ഒരു പോരൊക്കെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തല്ലി തകർക്കാനാണ്. തല്ലി തകർക്കൽ ഒരർത്ഥാണ്, അടിച്ചു പൊളിക്കൽ വേറെ അർത്ഥമാണല്ലേ? അപ്പൊ അങ്ങനെ പറയാം. തകർക്ക, ഇല്ലാതെയാക്കാൻ, സമയം കൊല്ലാൻ. എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത് സമയമെന്ന് അള്ളാഹു ചോദിക്കും. അല്ലാഹുവേ, അല്ലാഹുമ്മ അൽഹിംന ജവാബന. റബ്ബേ, ഇതിനൊക്കെ ഉത്തരം പറയാൻ തൗഫീഖ് താ പടച്ചവനെ. ഉലമാ പറയാണ്, 1 വർഷം, 2 വർഷം, 5 വർഷം, 10, 50, 100 കൊല്ലങ്ങൾ ജീവിച്ചു എന്നതല്ല ഒരു മനുഷ്യന്റെ ആയുസ്. ആയുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ അതിൽ സൽക്കർമ്മം ചെയ്തത്, ആ സമയമാണ് നിങ്ങളുടെ ആയുസ്. അത്രേ നിങ്ങളുടെ ആയുസ്സുള്ളൂ. അല്ലാതെ ചോറും കഞ്ഞിയും കുടിച്ചതും ഉറങ്ങിയതും കിടന്നതും മൃഗങ്ങളും പക്ഷികളൊക്കെ ചെയ്യുന്നില്ലേ? മനുഷ്യന്റെ ആയുസ് എന്നത് എത്ര കാലം, ജനിച്ചത് മുതൽ മരണം വരെയുള്ള ദിവസങ്ങളല്ല. ഇതിനിടയിൽ എത്ര സമയമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി, എത്ര സമയമാണ് മറ്റുള്ളവനെ സഹായിക്കാൻ, എത്ര സമയമാണ് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ, എത്ര സമയമാണ് ഇൽമു പഠിക്കാൻ നമ്മൾ ചെലവഴിച്ചത്. അതാണ് 60 വയസ്സിൽ ഒരാൾ മരിക്കുമ്പോൾ ചിലപ്പോ ആ മനുഷ്യന്റെ ശരിയായ ആയുസ് 1 കൊല്ലമോ 2 കൊല്ലമോ ആയിരിക്കും. അത്രേ പണിയെടുത്തിട്ടുള്ളൂ. ഗൾഫിൽ നിന്ന് വന്നാൽ പട്ടാളക്കാരും ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്ന ആൾക്കാരും ടിവിന്റെ മുമ്പിലാണെന്നാണ്. പട്ടാളക്കാർ റിട്ടയർഡായി വന്നാലും ഗൾഫുകാർ ഗൾഫ് നിർത്തി പോന്നാലും സീരിയൽ മുഴുവനും സീരിയൽ നടീനടന്മാരും പിന്നെ സിനിമക്കാരെ പറയും വേണ്ട, എല്ലാരെയും കാണാപ്പാടാണ്. സീരിയൽ, സിനിമ കാണുക, ഇരിക്കുക, ചായ കുടിക്കുക, പോവുക, റിമോട്ടുമ കളിക്കുക. ഈ പണിയല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ്. അല്ലാഹുവേ, എന്തൊരു ദുര്യോഗമാണ്. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാർക്കും നമുക്കും നമ്മുടെ രക്ഷിതാക്കൾക്കുമൊക്കെ മനുഷ്യന്റെ ഏറ്റവും അനുഗ്രഹം നിഅമതാൻ, 2 വലിയ നിഅമത്തുകളുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. അധികം ആളുകൾക്കും അതിന്റെ വിലയറിയില്ല. അധികം ആളുകൾക്കും വിലയറിയാത്ത 2 അനുഗ്രഹങ്ങൾ. നിങ്ങളുടെ വീടോ, നിങ്ങളുടെ കാറോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ കച്ചവടമോ അല്ല. വില അറിയാത്ത, എത്രയാണ് അതിന്റെ വിലയെന്ന് പറയാൻ കഴിയാത്ത, മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത 2 അനുഗ്രഹങ്ങൾ. ഒന്ന് അസ്വഹതു, മനുഷ്യന്റെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന്റെ വില എത്രയാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. വൽ ഫറാഗ്, മനുഷ്യന്റെ ലീവുകളും വെക്കേഷനുകളും ഒഴിവ് സമയങ്ങളുമാണ്. ഇത് മനുഷ്യൻ വില മനസ്സിലാക്കാതെ നശിപ്പിച്ചു കളയുന്നവരാണ്. അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ, നല്ല പഠനം നടത്തുന്ന മക്കൾ, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഏതെങ്കിലും സ്റ്റഡി ടൂർ പോകുമ്പോഴാണ് വ്യഭിചാരം നുണയുന്നത്, അല്ലേ? അസ്വഹതു വൽ ഫറാഗ്, ഒഴിവ് സമയം വരുമ്പോഴാണ് മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത്. സ്കൂൾ കാലാവധിയുടെ സമയം,
ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന സമയം, പണിയില്ലാതെ നടക്കുന്ന സമയം, വൽ ഫറാഗ്, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വലുതാണ് ഒരു മനുഷ്യന് ഒഴിവ് സമയം കിട്ടുക എന്ന് പറഞ്ഞത്. ഉലമാ പറയുന്നുണ്ട്, അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞു, ഒഴിവ് സമയം എന്നത് അല്ലാഹു തന്ന നിഅമത്താണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം ആ ഒഴിവ് സമയത്തിൽ തിന്മയെ നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലെ സന്തോഷം അല്ലാഹു എടുത്തു കളയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിരിക്കാൻ. സമാധാനം എടുത്തുകൾ. ഒഴിവ് സമയമായിരുന്നു, എന്നാ പോയിട്ട് സിനിമ കാണില്ലേ? കോഴിക്കോട്ടുകാരൊക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്കിവിടെ ഈ കോഴിക്കോട് ടൗണുമായൊരു കുറച്ച് കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. ദാർഹുദയിൽ പഠിക്കുന്ന സമയത്തെ നമ്മുടെ വെള്ളയിലെ മെട്രോ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് നമ്മുടെ വെള്ളയിൽ റോഡില്. ഞാനവിടെ ജുമാക്ക് ഖുതുബക്ക് 5-6 കൊല്ലം സ്ഥിരം വന്നുപോയിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഇച്ചിരി ചെറുപ്പക്കാരുടെ കുരുത്തക്കേടൊക്കെ നമുക്കറിയും എന്തൊക്കെയാണ്. അത് അന്നത്തേതിനേക്കാൾ ഇപ്പൊ കൂടിയിട്ടുണ്ടാവും. ഒരു 12 കൊല്ലം മുമ്പത്തെ കഥയാണ്. സുബ്ഹാനല്ലാഹ്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ഇവിടെ സിനിമയ്ക്ക് പോകലൊരു ആഹാരമാണെന്നാണ്. ഒരു പടം കാണാൻ പോണ്ടെന്ന് പറയാം. അത് നിക്കാഹ് കഴിയേണ്ട നിശ്ചയം കഴിഞ്ഞാൽ തന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോകും ചെയ്യും. അത് കൂളാണ്, അതിൽ പ്രയാസമൊന്നുമില്ലല്ലോ. സിനിമ കാണണ്ടേ? പവിത്രമായൊരു ബന്ധത്തിലേക്ക് വരികയാണ്. അത് നേരെ പിശാച്ചിന്റെ കൂട്ടത്തെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യം ഞാനോട് ചേർത്ത് പറയണേ, ഞാൻ അറിയുന്നൊരു സുഹൃത്തുണ്ട് ഒമാനിലെ സലാലയിൽ. അദ്ദേഹം തിരുവനന്തപുരക്കാരനാണ്, ചെറുപ്പക്കാരനാണ്, മുസ്ലിമായി വന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 23 years ഇത്രയായിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, മുസ്ലിമായിട്ടുണ്ട്, നല്ല ഈമാനാണ്. സംസാരിച്ചപ്പോ പറഞ്ഞു, പള്ളിയിൽ നിന്ന് മുസ്ലിമീങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണുമ്പോ, ജുമുഅ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാണുമ്പോ ഇവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു പ്രകാശാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ മുസ്ലിം ആവാനുണ്ടായ ഒരു കാരണം അതാണെന്ന്. അതേപോലെ ഞാൻ സിനിമാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരെയും നോക്കാറുണ്ട്. 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ കോമഡിയും ചിരിയൊക്കെ കണ്ടിട്ട് ഇടിയും തൊഴൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്, സന്തോഷം കൊണ്ട് ഇറങ്ങി വരികയാണ്. സിനിമാ തിയേറ്ററിൽ നിന്ന് കണ്ണും തിരുമ്മി പുറത്തിറങ്ങുമ്പോ മനുഷ്യരുടെ മുഖത്ത് ഞാൻ ഇരുട്ട് കാണുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മുഖത്ത് വെളിച്ചം കാണുന്നുണ്ട്. ഇവിടം സത്യമുണ്ടല്ലോ എന്ന് അന്വേഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ആദ്യത്തെ വസ്തുത പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവന്റെ മുഖത്തെ പ്രകാശവും സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവന്റെ മുഖത്തെ ഇരുട്ടുമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അത് ആലോചിച്ചിട്ടുണ്ടോന്ന് അല്ലാഹു ആലം. ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ദീനിനെ വീക്ഷിക്കുകയാണ്.